ഹായ് ഹലോ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എസ് സി കൂടുതൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ എന്നൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു മക്കളെ. അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഇതിൽ ടൈം ആൻഡ് വർക്കിൽ നിന്ന് പി എസ് സി പലതവണ ആവർത്തിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതാണ് ആ ചോദ്യം എന്ന് നമുക്ക് നോക്കാം മക്കളെ. ഇതാണ് ആ ചോദ്യം. അതായത് എയും ബിയും ചേർന്ന് ഇത്ര ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും, ബിയും സിയും ചേർന്ന് ഇത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും, എയും സിയും ചേർന്ന് ഇത്ര ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ മൂന്ന് പേരും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എത്ര? എയ്ക്ക് തനിയെ എത്ര സമയം വേണം, ബിക്ക് തനിയെ എത്ര സമയം വേണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പം ഈ കാണിച്ചിരിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടാണ് തരുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്തു നോക്കുന്ന ചോദ്യം ഈ ചോദ്യമാണ്. ഈ ചോദ്യം പഠിച്ചു കഴിയുമ്പോൾ ആദ്യം കാണിച്ച മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട്, ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തരുന്നത്. ഓക്കെ, ഞാൻ ആൻസർ അതിൽ ബോൾഡ് ആക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ചോദ്യം ഞാൻ പഠിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളാം. ഓക്കെ, നമുക്ക് നോക്കാം മക്കളെ, ശ്രദ്ധിച്ചോ. അതായത് എയും ബിയും ചേർന്ന് ഒരു ജോലി എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നേ? 12 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയും സിയും ചേർന്ന് അതേ ജോലി 15 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും സിയും ചേർന്ന് ഈ ജോലി 20 ദിവസം കൊണ്ടും തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എയും ബിയും സിയും ചേർന്ന് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പം ഇത്തരം ചോദ്യം വന്നാൽ ഒരു ഇക്വേഷൻ വെച്ചും ചെയ്യാം, അതിൻ്റെ എഫിഷ്യൻസിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കുകയും ചെയ്യാം. രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഇക്വേഷൻ വെച്ചാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ കൂടുതലൊന്നും അറിയണ്ട, കാണാതെ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ മൂന്ന് സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുക. അത് നമുക്ക് 60 എന്ന് കിട്ടും. ഇനി 60/12 ചെയ്യുക ആദ്യം, അപ്പം 5 കിട്ടും. 60/15 ചെയ്യുക അടുത്തത്, അപ്പം 4 കിട്ടും. 60/20 ചെയ്യുക അടുത്തത്, അപ്പോൾ 3 കിട്ടും. ഓക്കെ, ശരി. ഇനി 3 പേരും കൂടെ ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം കാണാനാണ് ചോദ്യമെങ്കിൽ 2 × LCM ഡിവൈഡഡ് ബൈ സം എന്ന് കാണാതെ അങ്ങ് ഓർത്തിരിക്കുക. ഇക്വേഷൻ 2 × LCM ബൈ സം. ശരി, 2 × LCM ഇവിടെ 60, സം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂട്ടേണ്ടത് ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്ന സംഖ്യയാണ്. അപ്പം അത് നമ്മൾ കൂട്ടുമ്പം 5ഉം 4ഉം 3ഉം കൂടെ കിട്ടും അല്ലേ. 5ഉം 4ഉം 9ഉം 3ഉം 12 എന്നാണ് കിട്ടുന്നത് അല്ലേ മക്കളെ. 12 എന്നാണ് കിട്ടുന്നത്, ശരിയല്ലേ. ഇതും കൂടെ വെട്ടിപ്പോവും. 5 തവണ 5 × 2 10 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരാൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. എയും ബിയും 12 ദിവസം, ബിയും സിയും 15 ദിവസം, എയും സിയും കൂടെ 20 ദിവസം. 3 പേരും കൂടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് ചോദിച്ചാൽ 2 × LCM ബൈ സം എന്നൊന്ന് ഓർത്ത് വെക്കുക. LCM കാണുക, എന്നിട്ട് 60/12 ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ 5 അവിടെ എഴുതുക. 60/15 ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ 4 എഴുതുക. 60/20 ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ 3 എഴുതുക. 2 × LCM ബൈ സമ്മിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3 പേരും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എത്രയാണെന്ന് കിട്ടും. ക്ലിയർ ആണേ? യെസ്. അപ്പോൾ ഇത് കാണാതെ പഠിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി ഞാൻ ഇതിൻ്റെ കൺസെപ്റ്റും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചോ മക്കളെ. ഇവിടെ 60/60 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് ആകെ ജോലിയാണ്, ആകെ ജോലി. ഓക്കെ, ഇനി 60/12 ചെയ്യുമ്പോൾ കിട്ടുന്ന 5 എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസിയാണ്. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 5 എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ ഒരു ദിവസം 5 ജോലി തീർക്കും എന്നർത്ഥം. ഇനി 60/15 ചെയ്യുമ്പോൾ കിട്ടുന്ന 4 ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസിയാണ്. അപ്പോൾ ബിയും സിയും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 4 ജോലി തീരും എന്നതാണ് അതിൻ്റെ അർത്ഥം. ശരി,
60/20 ചെയ്യുമ്പോൾ കിട്ടുന്ന 3 എയുടെയും സിയുടെയും കൂടി എഫിഷ്യൻസിയാണ്. അതിൻ്റെ അർത്ഥം എയും സിയും ഒരു ദിവസം കൊണ്ട് 3 ജോലി തീർക്കും എന്നതാണ് അർത്ഥം. ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കാണാനുള്ള മാർഗം ഒന്ന് കാണാതെ ഓർത്തിരിക്കുക മക്കളെ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതായിരിക്കും എപ്പോഴും. 3 പേരുടെയും കൂടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി കാണാൻ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടി പകുതി എടുക്കുക. എഫിഷ്യൻസി എല്ലാം ഇവിടെ കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 12. അതിൻ്റെ പകുതിയായിരിക്കും. എത്ര കിട്ടി മക്കളെ? 6 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അതിൻ്റെ അർത്ഥം 3 പേരും കൂടെ ചേർന്നാൽ ഒരു ദിവസം 6 ജോലി തീരുമെന്നാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ആകെയുള്ള 60 ജോലി തീർക്കാൻ വേണ്ട സമയം 60/6 = 10 ദിവസം എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കാണാൻ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടി പകുതി എടുക്കണം എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 6. അതിൻ്റെ അർത്ഥം 3 പേരും ചേർന്നാൽ ഒരു ദിവസം 6 ജോലി തീരും. ആകെയുള്ള 60 ജോലി തീർക്കാൻ 60/6 10 ദിവസം. ഇനി ചിലപ്പോൾ നിങ്ങളോട് എയ്ക്ക് തനിയെ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം, ബിക്ക് തനിയെ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം, സിക്ക് തനിയെ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടി വരും. എങ്ങനെയാണ് എയുടെ എഫിഷ്യൻസി കാണുന്നത്? മക്കളെ, എയുടെ എഫിഷ്യൻസി കാണാൻ ഒരു പാടുമില്ല. എയുടെയും ബിയുടെയും സിയുടെയും കൂടി എഫിഷ്യൻസി എത്രയാണ്? 6 അല്ലേ? 6 ആണ്. എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയിൽ നിന്ന് ബിയുടെയും സിയുടെയും എഫിഷ്യൻസി ആയ 4 കുറയ്ക്കുന്നതല്ലേ എയുടെ എഫിഷ്യൻസി? അപ്പോൾ എയുടെ എഫിഷ്യൻസി 2 ആണ്. അതിൻ്റെ അർത്ഥം എ ഒരു ദിവസം 2 ജോലി തീർക്കുന്നയാളാണ്. എയ്ക്ക് മുഴുവൻ ജോലിയായ 60 ജോലി തീർക്കാൻ വേണ്ട സമയം 60/2 30 ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറ ബിയുടെ എഫിഷ്യൻസി കാണുന്നത്? ബിയുടെ എഫിഷ്യൻസി കാണാൻ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി ആയ 6-ൽ നിന്ന് എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി ആയിട്ടുള്ള 3 കുറച്ചാൽ പോരെ? സോ 6 - 3 എത്ര കിട്ടി? 3 ആണ് ആരുടെ? ബിയുടെ എഫിഷ്യൻസി. അതിൻ്റെ അർത്ഥം ബി ഒരു ദിവസം കൊണ്ട് 3 ജോലി തീർക്കും എന്നാണ്. അപ്പം മുഴുവൻ ജോലി തീർക്കാൻ ബിക്ക് വേണ്ട സമയം 60/3 എന്ന് കിട്ടും അല്ലേ? എത്ര ദിവസം? 20 ദിവസം എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ സിയുടെ എഫിഷ്യൻസി എങ്ങനെ കാണും? എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിന്ന് എയുടെയും ബിയുടെയും എഫിഷ്യൻസി കുറച്ചാൽ സിയുടെ എഫിഷ്യൻസി കിട്ടും. സിയുടെ എഫിഷ്യൻസി കിട്ടിയാൽ സിക്ക് തനിയെ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാം. കണ്ടോ? ഇങ്ങനെയാണ് ആ കണക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ചെയ്യുന്ന രീതി, കൺസെപ്റ്റുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എയും ബിയും സിയും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 2 × LCM/സം എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് വെറുതെ കാണാതെ പഠിച്ച് ചെയ്യുന്നതാണ്. രണ്ടാമത് പറഞ്ഞത് അതിൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ എ മാത്രമായി എത്ര ദിവസം എന്ന് ചോദിച്ചാലും, ബി മാത്രമായി എത്ര ദിവസം എന്ന് ചോദിച്ചാലും, സി മാത്രമായി എത്ര ദിവസം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോജിക്ക് വെച്ചാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം കാണിച്ച ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആൻസറുകൾ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം. കേട്ടല്ലോ? ഓക്കെ മക്കളെ, താങ്ക് യു.